ഹലോ, കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ സിസ്റ്ററും ഫാമിലിയിലും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്ന ഒരു മിനി വ്ളോഗാണ് കേട്ടോ ഇത്. ഇൻസ്റ്റഗ്രാമിലെല്ലാം മസനഗുഡി വഴി ഊട്ടി പോകുന്ന റീൽസ് എല്ലാം കണ്ടിട്ട് അങ്ങനെ പോകണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നത്. മുൻപ് ഊട്ടി പോയിട്ടുണ്ടെങ്കിലും മസനഗുഡി വഴി ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഗൂഡല്ലൂരാണ്. അവിടെ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാട്ടിനുള്ളിലുള്ള കോട്ടേജാണ്. ഇത് രാവിലെ ഒരു 6 മണിയെല്ലാം ആയ സമയമാണ് കേട്ടോ. കാട്ടിനുള്ളിലുള്ള ഒരു കോട്ടേജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൈലന്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ രാവിലെ കണ്ണു തുറന്നതിന് പക്ഷികളെ കളകള സൗണ്ടെല്ലാം കേട്ടിട്ടാണ്. പിന്നെ വേഗം തന്നെ നമ്മൾ അവിടുന്ന് ഫ്രഷിലായിട്ട് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവലാണ്. ഊട്ടിയിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആനിമൽസിനൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയതെങ്കിലും ആകെ കാര്യമായിട്ട് മാനിനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളൊരു കാട്ടാനയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് കേട്ടോ മസനഗുഡി കയറിയത്. പക്ഷേ ഞങ്ങൾ കണ്ടത് ഒരു വളർത്താനയാണ്. ഊട്ടിയിൽ ഇ പാസ് വേണമല്ലോ, അങ്ങനെ ഞങ്ങൾ ഇ പാസ് എല്ലാം കൊടുത്തിട്ട് വീണ്ടും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മസനഗുഡി അങ്ങോട്ട് എത്തുമ്പം തന്നെ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഫോഗല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഈ തണുത്ത പ്രദേശങ്ങളിലെല്ലാം യാത്ര ചെയ്യാനില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക അങ്ങനത്തെ പ്ലേസാണ്. അങ്ങനെ ഞങ്ങളിതാ ഊട്ടിയിലെത്തി. ഞങ്ങൾ നേരെ വന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ വന്ന പാടനില്ലേ എൻ്റെ സിസ്റ്ററെ കുറച്ച് ഹാറ്റെല്ലാം കണ്ടിട്ട് അതെല്ലാം സെലക്ട് ചെയ്തിട്ട് എടുക്കലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ് കോണും മാങ്ങ ഉപ്പും മുളകിലിട്ടതും അങ്ങനെ കുറച്ചെല്ലാം തിന്നിട്ടുണ്ടേനു. അങ്ങനെ പുറത്തുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മെയ് 13-നാണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞങ്ങൾ പോയത് മെയ് 14-നാണ്. മെയ് 16-നാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള ഫ്ലവർ ഷോ. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്ലവർ ഷോൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 127ാമത് ഫ്ലവർ ഷോ ആണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഏകദേശം ഒരു 2 hours നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിന് നേരെ മുമ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കലാണ്. ലഞ്ചിന് ഞങ്ങൾ ചിക്കൻ 65ൻ്റെ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇത് ഏകദേശം ഞങ്ങളുടെ നാട്ടിൽ തെറിച്ചോറ് പോലെ ഉണ്ടായിരുന്നു. ലഞ്ചിന് ശേഷം മധുരാവാലോ, അങ്ങനെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റെല്ലാം വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഊട്ടിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ടോയ് ട്രെയിനിലേക്കാണ് കേട്ടോ. ടിക്കറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടുള്ളതുകൊണ്ട് നമ്മൾ 2.5 മണിക്ക് വന്നിട്ട് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നേ. ട്രെയിൻ ഏകദേശം ഒരു 5:30 മണിക്കെല്ലാമാണ്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചായയെല്ലാം കുടിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രെയിൻ യാത്ര എക്സ്പ്ലോർ ചെയ്യേണ്ട അതിയായ ആഗ്രഹം കാരണം നമ്മുടെ ഇന്നത്തെ ഒരു പകുതി ദിവസം തീർന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഏകദേശം 7 മണിയോട് കൂടിയാണ് കേട്ടോ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കൂനൂരാണ് കേട്ടോ. ഇവിടെ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നേരെ കോട്ടേജിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ.